ഞാൻ അതുകൊണ്ടാണ് ചേട്ടത്തി പൈസ ഇടപാട് മൊത്തം ഞാൻ അവളെ ഏൽപ്പിച്ചത്. നമ്മളെ 10 പൈസ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരണം എന്ന് പറയുമോ കടം വാങ്ങിക്കാനായിട്ട്. ഇതാകുമ്പോൾ എല്ലാം അവളെ അങ്ങ് നോക്കിക്കോളും. ഇതിപ്പോൾ ലോണുണ്ട്, 2 ചിട്ടിയുണ്ട്, LIC ഉണ്ട്, പിള്ളേരെ ഫീസ്, കറണ്ട് ചാർജ്, എല്ലാ കാര്യങ്ങളും അവൾ കൃത്യമായിട്ട് അങ്ങ് ചെയ്തോളും. അത് നന്നായി. തൈരുണ്ടോ? അതിൽ നോക്ക് കാണും. ബാക്കി പറ സുരേന്ദ്ര. കല്യാണം, പാലുകാച്ചി, ഈ ആശുപത്രി കേസ്, എല്ലാ കാര്യങ്ങളും അവൾ നോക്കിക്കോളും. മാസം എത്ര രൂപ നീക്കിയിരിപ്പെട്ടെന്ന് വരെ കൃത്യമായിട്ട് അവൾ പറയും. സിദ്ധു ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാ അമ്മ. എനിക്ക് കുറച്ച് എമൗണ്ട് അയച്ചു തരും. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ അല്ലറ ചില്ലറ ചിലവൊക്കെ ഉണ്ടല്ലോ, അതിന് വേറൊരു എമൗണ്ട് അയച്ചു തരും. പിന്നെ വീട്ടിലേക്കുള്ള എമൗണ്ട് സെപ്പറേറ്റ് അവൻ അയച്ചു കൊടുക്കും. അതാണ് ബുദ്ധിബോധമുള്ള ആൾക്കാർ, ആണുങ്ങൾ. തൈരില്ല എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കേട്ടായിരുന്നല്ലേ അത്? അത് ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞത്. കേൾക്കാനല്ലേ എല്ലാം പറയണത്. സുരേന്ദ്ര അവിടെ ഇവിടെ നേറ്റിങ്ങനെ എങ്ങനെ ഈ മരണത്തിനും അടിയന്തരത്തിനും സഞ്ചാരത്തിനൊക്കെ നീ പോകുന്നതിന്റെ ഭാര്യ പോകുമോ? ആണാ തിരക്കാണെങ്കിൽ ഞാൻ അവളെ പറഞ്ഞേക്കോണ. ഓ അവള് പോയിട്ട് വിട്ടത് ആണല്ലേ? നല്ല കടയിൽ നമുക്ക് ഇരിക്കല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ അവളെ പിടിച്ച് കടയിരുത്ത്. എന്നിട്ട് നീ വീട്ടു ജോലി ചെയ്ത് പിള്ളേരെ നോക്ക്. എന്നിട്ട് അവളുടെ പേര് നിനക്കിട്, നിന്റെ സുരേന്ദ്രനുള്ള പേര് അവൾക്ക് വിട്ടോട്. അങ്ങനെ ആയാലും എന്താച്ചാ കുഴപ്പം? സ്ത്രീകൾ പുറത്തിറങ്ങുകയും അതുപോലെ തന്നെ പുരുഷന്മാര് അകത്തളങ്ങളിലാവേണ്ട കാലം വിദൂരമല്ല. ലച്ചുവിന് നിന്റെ 2 വാങ്ങണ കാലം വിദൂരമല്ല. അച്ഛാ, ഈ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് ഈ കുടുംബം അച്ഛൻ തന്നെയല്ലേ പറഞ്ഞു പഠിപ്പിച്ചെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ. അങ്ങനെ ആകുമ്പോൾ ആദ്യം ഈ കൂട് ഞാൻ കത്തിച്ചളയും. എടാ കൂടുമ്പോൾ ഇമ്പം അല്ലടാ, കൂടുമ്പോൾ ഇവിടെ അടിയും ബഹളം വഴക്കുമാണ് ഇവിടെ. ചിലതെല്ലാം ഇങ്ങനെ ആയിപ്പോയതും ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് ഇപ്പൊ സുരേന്ദ്രന് മനസ്സിലായാലോ. നോ കമന്റ്സ് ചേട്ടത്തി. വായിച്ചിട്ടപ്പ സ്പീക്ക് അപ്പ്. അവൻ്റെ നേരെ വാറക്കൂല, കാരണം അവന് പെണ്ണാലോചിച്ച് കെട്ടിക്കൊടുത്തത് ഞാനാണ്. അല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ആലോചന കിട്ടിയല്ലേ ഏറ്റവും. അതാണ്. എടാ അവന്റെ വിവരവും വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ആ പെണ്ണ് മതി. ഇല്ല അത് കൂടിപ്പോയോ എന്നൊരു സംശയം. അങ്ങനെയാണെങ്കിൽ ചേട്ടത്തെ കിട്ടാൻ നിനക്ക് യാതൊരു വഴിയില്ല. ഗോളടിക്കല്ലേ, കൗണ്ടർ അടിക്കല്ലേ കേട്ടാ. അതെ, എല്ലാവരും നിർത്തി. ഇത്ര നേരം നിങ്ങളെല്ലാവരും സംസാരിച്ചത് വെച്ച് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ദൈവം ചേരാൻ വണ്ണമാണ് ചേർത്തേക്കണത്. ആർക്കും കൂടുതലുമില്ല കുറവുമില്ല. പക്ഷെ ഇവന് കുറച്ച് കൂടുതലാ ചിറ്റപ്പ. എന്ത് മക്കളെ കാശ് എന്ത്? ചിറ്റപ്പ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സുരേന്ദ്ര, ഓ ഈ അടുത്ത് എൻ്റെ അച്ഛൻ വീട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വസ്തു ഭാഗം വെക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ സംസാരിച്ച് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ പറയണേ ഇപ്പം നമുക്ക് വസ്തുവിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പിന്നെ പറയാറ്. ഇവനായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇവന്റെ വാക്കൊക്കെ ആരെങ്കിലും കേൾക്കുവോ ചേട്ടത്തി? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേട്ടത്തിയിൽ ഒരു തീരുമാനം എടുക്കാൻ. ഡേ നിന്റെ രീതിയിൽ ഇവിടെ വേണ്ടേട്ടാ. നിന്റെ കുടുംബശൈലിയൊക്കെ നിന്റെ വീട്ടിൽ, അത് ഇവിടെ നീ എടുക്കണ്ട. അല്ല ചേട്ടത്തി, ശരിക്കും പടവലത്തെ മാമ എന്താണ് പറഞ്ഞത്? ഓക്കെ, ഞാൻ നിൽക്കുന്നതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ് വേണ്ട. അല്ലെങ്കിലും കൊമ്പന്മാർ കൂട്ടത്തിൽ നിൽക്കാറില്ലല്ലോ. കൂട്ടത്തിൽ നിന്ന് തെറ്റ ഏത് കൊമ്പനും വെടികൊണ്ട് ചാവും. അച്ഛാ, പഴയതുപോലെ പല്ലിന് വലിയ ബലമൊന്നുമില്ല. ഓർമ്മിച്ചാ നല്ലത്. കഷെടുത്തരാ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഓരോരുത്തരെ കാണും ഓരോരോ സ്വഭാവങ്ങൾ. എല്ലാം ബാലുവിന്റെ അടുത്ത് തന്നെ വരും. നീ എന്തായിരുന്നു ഉരു കൊടുത്തോണ്ടിരിക്കുന്നത്? എന്ത് ഒരുത്തൻ അടക്കളയിൽ ക്ലാസ് എടുക്കുന്നു, അത് കേട്ട് ഇളിക്കാൻ കുറയണം. ക്യാച്ചു അടുക്കള കാശ് എടുക്കണ? സുരേന്ദ്രനാണ് ക്ലാസ് എടുക്കണമെന്ന്, ക്യാച്ചു അല്ല. അവൻ പറയുന്നത് പെണ്ണുങ്ങൾ നോക്കിയാൽ കുടുംബം നേരെ പോവുള്ളൂ. അല്ലെങ്കിൽ വളഞ്ഞു വളഞ്ഞോ പോവുള്ള. എന്ത് അണ്ണനും തമ്പിയും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണത്? എന്ത് അണ്ണനും തമ്പിയും കൂടെ പറയണത്? നിങ്ങളിപ്പോ എന്തിനാ പറഞ്ഞത്? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് ഇവിടെ? നീ സുരേന്ദ്രനാണോ നീ പറഞ്ഞത്? ഇപ്പം ആര് എപ്പോ? രണ്ടും കൂടെ നമ്മൾ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യായിരുന്നു. നമ്മളെ കണ്ടപ്പോ ഉരുണ്ട് കളി. അതാണ് ഒരു കാര്യം പറയാല്ലേ, ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞത് ഞാൻ കേൾക്കും. ഒന്നുമല്ല പൂപ്പ. അവള് പറയും പോലെ ഞാൻ കേൾക്കും, പക്ഷെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പെരുമാറുള്ളൂ. അതുകൊണ്ടാണ് അണ്ണൻ ഇങ്ങനെ ആയിപ്പോയത്. അണ്ണൻ മാത്രമല്ല, അണ്ണന്റെ അനിയൻ. നീ എങ്ങനെ പറയല്ലേ? നീ പറയുന്ന ജീവിതത്തിൽ പകുതി കേട്ടോടാണ് ഞാൻ ഇങ്ങനെ ആയത്. ബാക്കി പകുതിയും കൂടി അച്ഛന്റെ ഇഷ്ടത്തിന് ജീവിച്ചിരുന്നെങ്കിൽ വഴിയാതാരം പാടാമുടി, അല്ലെങ്കിൽ നല്ല ഉയരങ്ങൾ എത്തിയേനെ ഉയരങ്ങളിൽ. വാടി നല്ല ആണുങ്ങള് അനുസരണയും സ്നേഹപ്രകടനവും കാണിക്കില്ല. അത് തന്നെ നല്ല കള്ളന്മാര് ഭാര്യ വേണ്ട ഒട്ടി ചെയിനൊക്കെ വേറെ, ഉള്ളിലെ ചെയിനൊക്കെ വേറെ. ആര് കള്ളാര്? ഇവിടെ ആരാണ് കള്ള എന്നുള്ള എല്ലാവർക്കും അറിയാം കേട്ടാ. ആടാ കള്ള? ആകറിയടാ ചേട്ടത്തി കള്ളാരടാ? കള്ള സോറി.
റോഡിൽ കയറ്റി ഇറക്കിയിട്ട് സോറി എന്നാ ഇപ്പം ഞാൻ ചത്തനാ പൊട്ടാൻ പായലേ. അല്ല നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോകില്ലണ്ണ. 10 പാ ചവിട്ടി കീറിയിട്ടേ പോവുള്ളൂ. മതിയടേ പോ, എനിക്ക് കുറച്ച് ജോലി കിടക്കും പോ. ജോലി എടുക്കണ്ടെന്ന് പറയുകയും ചെയ്യും, ആരെങ്കിലും ഒന്ന് വാ തുറക്കാൻ കാത്തിരിക്കും അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ. പാടി കത്തേറി 2 പുരുഷ കേസരികൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ആ ഓക്കെ അല്ലേ? ഡേയ് സുരേന്ദ്ര, നീ ഇതിലെ ജോലിക്ക് പോടേ. പോടേ. അയ്യടാ രണ്ടും ചേരും കേട്ടാ. രണ്ടും ഇപ്പൊ ചേർന്ന് എന്ത് പഴയ പരിപാടിയിലാണ് പ്ലാൻ ചെയ്യുന്നുണ്ടാ? ഞാൻ ഒറ്റ ഇടിച്ചെന്നുണ്ടല്ലോ പായലേ. പഴയ പരിപാടിയാ, ആവശ്യമെല്ലാം സംസാരിക്കില്ലേ. പഴയ പരിപാടിയൊന്നും അവനെപ്പോഴും ആ ചിന്ത മാത്രമേ ഉള്ളേ. എപ്പം നോക്കിയാൽ ആ ചിന്ത മാത്രമേ ഉള്ളൂ. എന്നിട്ട് നീ പഴയ കുട്ടികളെ കൊണ്ട് വരണ്ട. കൂൾ ഡൗൺ, കൂൾ. ഇല്ലത്തെ പറഞ്ഞ തിന്നോ അണ്ണാ നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് വന്നത് വല്ലയിടത്ത് വെച്ച് കയറി തീ ചത്തു. അവനങ്ങ് പുല്ലങ്ങ് പോട്ടടാ. ചത്താൽ ഇവന്റെ കൈ കൊണ്ടാണല്ലേ ചാവണത്. ഇല്ലാത്ത പറയണ നോക്കടേ. ആ കാര്യം നമ്മുടെ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ചുമ്മാ നീ ഞാനെ പിടിച്ച് വലുതാക്കാതെ മര്യാദ. എന്തോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ അടുത്തോട്ട്. അണ്ണാ എല്ലാത്തിനും ഒരു വരേണ്ട ആവശ്യമുണ്ട് കേട്ടാ. അവൻ പിന്നെ അടുക്കളോട്ട് തന്നെ പോയത്. ബാങ്ക് അകത്തെ പോയത്.